പമ്പയിലേക്കുള്ള പരമ്പരാഗത തീർത്ഥാടന പാത കൂടുതൽ പ്രകൃതി സൗഹൃദമാക്കി. പമ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിയാണ് തീർത്ഥാടന പാത കൂടുതൽ മനോഹരമാക്കിയത്. കാണാം റിപ്പോർട്ട്. ഇത് അഴുതാത്തോടാണ്. ഈ അഴുതാത്തോടിന്റെ കടവിൽ നിന്നാണ് പരമ്പരാഗത തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത്. പ്രത്യേകിച്ചും മകരവിളക്ക് സമയമായുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ തീർത്ഥാടകരൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ആൾക്കാരെല്ലാം പോകുന്നത്. കാരണമുണ്ട്, അത് വനം വകുപ്പിന്റെ വലിയൊരു പരിശ്രമമാണ്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാം, വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്തമാണ് കേരള വനം വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ EDCകളിലാണ് കാനനപാതയിൽ ഉടനീളമുള്ള അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ താവളങ്ങളിലും പ്ലാസ്റ്റിക് കളക്ഷൻ പോയിൻറ്റ്സ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ കളക്ഷൻ പോയിൻറ്റ്സിൽ സ്വാമിമാരിൽ നിന്ന് വരുന്ന കുപ്പിയും മറ്റ് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകളും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയും അത് ഒരിടത്ത് നിക്ഷേപിക്കുകയും പിന്നീട് അത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാനനപാതയിൽ ഇവിടെ നിന്ന് അഴുതക്കടവിൽ നിന്ന് കയറി പമ്പയിൽ ഇറങ്ങുന്നോടം വരെ ഏകദേശം ഒരു 250ഓളം സേവന കേന്ദ്രങ്ങളുണ്ട്. എല്ലാ സേവന കേന്ദ്രങ്ങളിലും സൗജന്യമായ ചൂട് കുടിവെള്ളം, മെഡിക്കേറ്റഡ് വാട്ടർ എന്നാണ് പറഞ്ഞ ചൂട് കുടിവെള്ളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വഴിയരികിൽ ഇട്ടേക്കുന്ന പ്ലാസ്റ്റിക്, മുട്ടായിത്തോട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവർ കളക്ട് ചെയ്യുകയും ഇവർ അതാത് ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ വൈകിട്ട് ഇവർ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. സെർച്ചിങ് പോയിന്റ് ആണ്. പ്ലാസ്റ്റിക് ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം അവർക്ക് പേപ്പർ കൊണ്ട് നിർമ്മിച്ച, അതും ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ SHG ഗ്രൂപ്പുകൾ മുഖാന്തരം നിർമ്മിച്ചെടുത്ത പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ ഇവർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർത്ഥാടകർക്കൊക്കെ വലിയ സന്തോഷം. അവരെ പ്ലാസ്റ്റിക്കുകൾ ഞങ്ങൾ മേടിച്ചും കൊണ്ട് സാർ അവർക്ക് ഇങ്ങനെ പേപ്പർ സഞ്ചികൾ കൊടുക്കുകയും ഞങ്ങൾക്ക് 12 പേർക്ക് ஒரு நல்ல ஜோலி ஆயிட்டோண்டு. பிளாஸ்டிக் கொண்டு போகட்டான்னு சொல்லியிருக்காங்க. இது ஒரு நல்ல நடவடிக்கை. இது மூலமா நம்ம காட்டு தீ பரவுறது, விலங்குகள் வந்து இதை சாப்பிட்றது, இதெல்லாம் தவிர்க்கலாம். பக்தர்கள் எல்லாம் பிளாஸ்டிக் கொண்டு வரதை தவிர்த்து நேச்சுரலை പാതുകാക്കണമെന്ന് ഞാൻ കേട്ടുக்கிறேன். പ്ലാസ്റ്റിക് മുക്ത തീർത്ഥാടനം, ഒപ്പം പരമ്പരാഗത കാനനപാതയിലൂടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട സുരക്ഷയും സേവനവും വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ്. അഴുതക്കടവിൽ നിന്നും സത്യരാജിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ബി ശ്രീകുമാർ.